ഹലോ, നമ്മുടെ ഹോട്ട് ടോപ്പിക്കിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. കേരളത്തിലെ യൂറോപ്യന്മാരുടെ വരവും അവരുടെ സംഭാവനകളുമാണ് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് തുടങ്ങിയ യൂറോപ്യൻ ശക്തികളുടെ വരവ് കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പരിവർത്തന ഘട്ടമായിരുന്നു. 1948 മുതൽ 1974 വരെ നീണ്ടുനിന്ന അവരുടെ സാന്നിധ്യം സൈനിക വിജയങ്ങൾ, വ്യാപാര കുത്തകകൾ, ഭരണപരിഷ്കാരങ്ങൾ, സാംസ്കാരിക വിനിമയങ്ങൾ എന്നിവയിലൂടെ കേരളത്തിൻ്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ഭൂപ്രകൃതിയെ പുനർനിർമ്മിച്ചു. ഓരോ ശക്തിയും വ്യത്യസ്തമായൊരു മുദ്ര പതിപ്പിച്ചു. ആഗോള വ്യാപാര ശൃംഖലകളുമായുള്ള കേരളത്തിൻ്റെ സംയോജനത്തിന് സംഭാവന നൽകി. പ്രാദേശിക ഭരണാധികാരികളുടെയും സമൂഹങ്ങളുടെയും ഇടയിൽ ചെറുത്തുനിൽപ്പിനും പൊരുത്തപ്പെടലിനും കാരണമായി. കേരളത്തിലെ പോർച്ചുഗീസുകാർ വന്നത് 1498 മുതൽ 1663 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. വാസ്കോ ഡ ഗാമയുടെ പര്യവേഷണത്തിലൂടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1498. വരവും പ്രാരംഭ സ്വീകരണവും. പോർച്ചുഗീസ് പര്യവേഷകനായിട്ടുള്ള വാസ്കോ ഡ ഗാമ 1498 മെയ് 20 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങി. 1498 മെയ് 20 എവിടെ? കോഴിക്കോടിനടുത്തുള്ള കാപ്പാട്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യനായത് നമ്മുടെ വാസ്കോ ഡ ഗാമയാണ്. വിദേശ വ്യാപാരത്തിൽ സാധ്യതകൾ കണ്ടെത്തി സാമൂതിരി, അത് നമ്മുടെ കോഴിക്കോട് ഭരണാധികാരി മാനവിക്രമൻ അദ്ദേഹത്തെ ഊഷ്മളമായി സ്വീകരിച്ചു. പോർച്ചുഗലിലെ രാജാവ് മാനുവൽ ഒന്നാമൻ കത്തുകൾ ഗാമ കൈവശം വെച്ചിരുന്നു. അത് വ്യാപാര ബന്ധങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ഇനി അടുത്തത് വ്യാപാര തർക്കങ്ങൾ. പോർച്ചുഗീസുകാർ താഴ്ന്ന നിലവാരത്തിലുള്ള സാധനങ്ങൾ അഥവാ വസ്ത്രങ്ങൾ, ആഭരണങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു. അവ സാമൂതിരിയെ ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. സുഗന്ധവ്യഞ്ജനങ്ങൾ, സ്വർണം, തുണിത്തരങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന അറബ് വ്യാപാരികളുമായി ഉയർന്ന മൂല്യമുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന സാമൂതിരിക്ക് അത് ഇഷ്ടമായില്ല. അദ്ദേഹം അത് കസ്റ്റം ഡ്യൂട്ടി ആവശ്യപ്പെട്ടു. അത് പോർച്ചുഗാർ എതിർത്തു. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു പിരിമുറുക്കത്തിന് നയിച്ചു. പ്രാദേശിക പ്രതിരോധം. ഇന്ത്യൻ സമുദ്ര വ്യാപാരത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന മുസ്ലിം വ്യാപാരികൾ പോർച്ചുഗീസുകാരെ അവരുടെ കുത്തകയ്ക്ക് ഭീഷണിയായി കാണുകയും സാമൂതിരിയെ അവർക്കെതിരെ സ്വാധീനിക്കുകയും ചെയ്തു. ഇതൊക്കെയാണെങ്കിലും വാസ്കോ ഡ ഗാമ 1498 ഓഗസ്റ്റിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു ചെറിയ ശേഖരം സ്വന്തമാക്കി കാലിക്കട്ട് വിടുകയും ചെയ്തു. ഭാവിയിലെ പോർച്ചുഗീസ് പര്യവേഷണങ്ങൾക്ക് അടിത്തറ പാകുന്നതായിരുന്നു ഇത്. 1498 ഓഗസ്റ്റ്. തന്ത്രപരമായ സഖ്യങ്ങൾ. അതെങ്ങനെയാ? തുടക്കത്തിലെ രാത്രികൾ പോർച്ചുഗീസുകാർ കേരളത്തിലെ നഗര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ ചൂഷണം ചെയ്തു. കാലിക്കട്ടിൻ്റെ ആധിപത്യത്തെ ചെറുക്കാൻ ശ്രമിച്ച കൊച്ചിയിലെയും കണ്ണൂരിലെയും രാജാക്കന്മാരുമായിട്ട് സഖ്യമുണ്ടാക്കി. അപ്പം അങ്ങനെയാണ് ഈ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ വാസ്കോ ഡ ഗാമക്ക് കിട്ടിയത്. കബ്രാലിൻ്റെ ദൗത്യം 1500, അതായത് വാസ്കോ ഡ ഗാമ കഴിഞ്ഞു വന്നത്, അദ്ദേഹം ഒരു ഫാക്ടറി സ്ഥാപിച്ചു. പെട്രോ ആൽവാരസ് കബ്രാൽ 1500 സെപ്റ്റംബറിൽ ഒരു വലിയ കപ്പൽപ്പടയുമായിട്ട് കാലിക്കട്ടിലെത്തി. സാമൂതിരിയുടെ പ്രാരംഭ സമ്മതത്തോടു കൂടി അദ്ദേഹം ഒരു പോർച്ചുഗീസ് ഫാക്ടറി അല്ലെങ്കിൽ ഒരു വ്യാപാര കേന്ദ്രം വിജയകരമായി സ്ഥാപിച്ചു. കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും നേരിട്ട് സംഭരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. അറബികളുടെയുമായിട്ടുള്ള സംഘർഷം 1500 ഡിസംബറിൽ അറബ് വ്യാപാരികൾ ഫാക്ടറി ആക്രമിച്ച് 50ലധികം പോർച്ചുഗീസുകാരെ കൊന്നതോടുകൂടി സംഘർഷം രൂക്ഷമായി. കബ്ബാൽ കോഴിക്കോട് ബോംബെറിഞ്ഞും അറബ് കപ്പലുകളെ പിടിച്ചെടുത്തും അവരെ ജീവനക്കാരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തിട്ട് തിരിച്ചടിച്ചു. പോർച്ചുഗീസ് നാവിക ക്രൂരതയുടെ ആദ്യകാല പ്രകടനമായിരുന്നു ഇത്. ഇത് കഴിഞ്ഞ് കൊച്ചിയിലേക്ക് സ്ഥലം മാറി. കബ്രാൽ കൊച്ചിയിലേക്ക് പിൻവാങ്ങി. അവിടെ സാമൂതിരിയുടെ എതിരാളിയായ പ്രാദേശിക രാജാവ് പോർച്ചുഗീസുകാരെ സ്വാഗതം ചെയ്തു. ഇത് പോർച്ചുഗീസ് ശക്തി കേന്ദ്രമായി കൊച്ചിയുടെ ഉയർച്ചയ്ക്കും കാരണമായി. പോർച്ചുഗീസ് സൈനികത്തിൻ്റെ വികാസം. അതായത് വാസ്കോ ഡ ഗാമയുടെ 2ാം യാത്ര 1502 കനത്ത ആയുധധാരികളായ ഒരു കപ്പലുമായി മടങ്ങിയെത്തിയ വാസ്കോ ഡ ഗാമ കാലിക്കട്ടിനെ അതിൻ്റെ ചെറുത്തുനിൽപ്പിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു.
അദ്ദേഹം നഗരത്തിൽ ബോംബെറിഞ്ഞു, ഒരു അറബ് കപ്പലിനെ തടഞ്ഞു, ഒരു മുന്നറിയിപ്പായി പിടിക്കപ്പെട്ട വ്യാപാരികളെ വികൃതമാക്കി. എതിർപ്പിനെ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഇത്. ഭീകരതന്ത്രം. പക്ഷേ പ്രാദേശിക ശത്രുതയ്ക്ക് ഇത് ആക്കം കൂട്ടി. ഫോർട്ട് മാനുവൽ. അൽഫോൺസോ ഡി അൽബുബക്കിൻ്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ കൊച്ചിയിൽ മാനുവൽ ഫോർട്ട് നിർമ്മിച്ചു. മാനുവൽ ഒന്നാമൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മരവും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ഇത് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായിരുന്നു. സ്ഥിരമായ കൊളോണിയൽ അഭിലാഷത്തിനെ ഇത് പ്രതീകപ്പെടുത്തി. കൊച്ചിൻ യുദ്ധം 1503. പോർച്ചുഗീസുകാരെ തുരത്താൻ സാമൂതിരി കൊച്ചിയെ ആക്രമിച്ചു. എന്നാൽ അവരുടെ മികച്ച നാവിക പീരങ്കികളും കൊച്ചി രാജാവുമായുള്ള സഖ്യവും ആക്രമണത്തെ ചെറുത്തു. ഈ വിജയം തെക്കൻ കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ സാന്നിധ്യം ഉറപ്പിച്ചു. ഇനി വ്യാപാര പാതകളുടെ നിയന്ത്രണം. 1510 പോർച്ചുഗീസുകാർ മലബാർ തീരത്ത് കോട്ടകളുടെയും ഫാക്ടറികളുടെയും ഒരു ശൃംഖല സ്ഥാപിച്ചു. എല്ലാ കപ്പലുകൾക്കും പോർച്ചുഗീസ് പെർമിറ്റുകൾ വഹിക്കണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ഒരു കാർട്ടാസ് സംവിധാനം നടപ്പിലാക്കി. ഇത് സുഗന്ധവ്യഞ്ജന വ്യാപാരം ഫലപ്രദമായിട്ടുള്ള കുത്തകയാക്കി മാറ്റാനായിട്ട് അവർക്ക് സാധിച്ചു. ഈ നാവിക പ്രതിരോധം. നമ്മുടെ കുഞ്ഞാലി മരയ്ക്കാന്മാരുടെ ഉദയം. സാമൂതിരിയോട് വിശ്വസ്തത പുലർത്തുന്ന മുസ്ലിം നാവിക കുടുംബമായ കുഞ്ഞാലി മരയ്ക്കാർ ശക്തമായി എതിരാളികളായിട്ട് ഉയർന്നു വന്നു. വേഗതയേറിയ പായ്ക്കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്ന അവർ പോർച്ചുഗീസ് കപ്പലുകളെ ഉപദ്രവിച്ചു. അവരുടെ വ്യാപാര കുത്തകയെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ മെയിനായിട്ടുള്ളതാണ് കുഞ്ഞാലി നാലാമൻ്റെ പ്രതിരോധം. 16-ാം നൂറ്റാണ്ടിലെ അവസാനത്തോടുകൂടി കുഞ്ഞാലി നാലാമൻ സ്വയം ഇന്ത്യൻ സമുദ്രങ്ങളുടെ പ്രഭു എന്ന് പ്രഖ്യാപിച്ചു. സാമൂതിരിയിൽ നിന്നുള്ള സ്വയംഭരണ അവകാശം ഉറപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കപ്പൽപ്പട പോർച്ചുഗീസ് അധിനിവാസ കേന്ദ്രങ്ങളിൽ കപ്പലുകൾ ആക്രമിച്ചിട്ട് 1590-കളിൽ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ഇനി പോർച്ചുഗീസ് സാമൂതിരി സഖ്യം. കുഞ്ഞാലി നാലാമൻ്റെ ശക്തിയിലെ പരിഭ്രാന്തരായ സാമൂതിരി 1600-ൽ പോർച്ചുഗീസുകാരുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടു. ഈ സഖ്യം പ്രായോഗികവും താൽക്കാലികവുമായിരുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ശക്തി ചലനാത്മകതയെ പ്രതിഫലിച്ചു. കുഞ്ഞാലി നാലാമനെ കോട്ടയ്ക്ക് വെച്ച് പിടികൂടി വധിച്ചു. അദ്ദേഹത്തിൻ്റെ തല ഗോവയിൽ പ്രദർശിപ്പിച്ചു. ഇത് താൽക്കാലിക പോർച്ചുഗീസ് വിജയത്തിൻ്റെ അടയാളമായിരുന്നു. മരയ്ക്കാന്മാരുടെ ചെറുത്തുനിൽപ്പ് പിൽക്കാല കൊളോണിയൽ വിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകുകയും പോർച്ചുഗീസ് നാവികാധിപത്യത്തിൻ്റെ പരിധികൾ എടുത്തു കാണിക്കുകയും ചെയ്തു. ഇനി ചാലയ യുദ്ധം 1571. പ്രാദേശിക സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി സാമൂതിരിയുടെ ചാലയത്തെ പോർച്ചുഗീസ് കോട്ട ഉപരോധിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. കോഴിക്കോടിൻ്റെ വ്യാപാരത്തിൽ അവരുടെ പിടി ദുർബലപ്പെടുത്തിയ തന്ത്രപരമായ ഒരു നഷ്ടമായിരുന്നു ഇത്. കൂടാതെ ഡച്ച് ശത്രുത. 1602-ൽ സ്ഥാപിതമായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1658 മുതൽ പോർച്ചുഗീസ് കോട്ടകളെ വെല്ലുവിളിക്കാൻ തുടങ്ങി. 1663 ഇവർ കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കി കേരളത്തിലെ അവരുടെ ആധിപത്യം അവസാനിപ്പിച്ചു. പിന്നെ ആഭ്യന്തരമായിട്ടുള്ള കുറച്ച് ബലഹീനതകൾ ഉണ്ടായിരുന്നു. അഴിമതി, അമിതമായ വ്യാപനം, ക്രൂരമായ തന്ത്രങ്ങളുടെ ആശ്രയം എന്നിവ പോർച്ചുഗീസ് സ്വാധീനത്തെ ഇല്ലാതാക്കി. എതിരാളികളായിട്ടുള്ള മറ്റ് യൂറോപ്യൻ ശക്തികൾക്ക് ഇത് അവരുടെ വികസനത്തിന് വഴിയൊരുക്കി. ഇനി പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ. വ്യാപാരത്തിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരം കുത്തകയാക്കി ഗുഡ് ഹോപ്പ് മുൻപ് വഴി യൂറോപ്പിലേക്ക് തിരിച്ചുവിട്ടു. കൃഷിയാണെങ്കിൽ കശുമാവ്, പൈനാപ്പിൾ, പുകയില തുടങ്ങിയ വിളകൾ അവതരിപ്പിച്ചു. അത് കേരളത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വൈവിധ്യവൽക്കരിച്ചു. സൈനികമാണെങ്കിൽ കോട്ടകൾ പണിയുകയും പീരങ്കി അധിഷ്ഠിത നാവിക യുദ്ധം അവതരിപ്പിക്കുകയും ചെയ്തു. മതമാണെങ്കിൽ പരിവർത്തനത്തിലൂടെയും പള്ളി നിർമ്മാണത്തിലൂടെയും ക്രിസ്തുമതത്തെ പ്രോത്സാഹിപ്പിച്ചു. പ്രത്യേകിച്ച് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി 1503. സാങ്കേതിക വിദ്യയാണെങ്കിൽ ഇന്ത്യയിൽ അച്ചടിശാല അവതരിപ്പിച്ചത് ആദ്യം കൊച്ചിയിൽ 1550 മിഷണറി സാഹിത്യത്തെ സഹായിച്ചു.
കേരളത്തിലെ ഡച്ചുകാർ 1663 മുതൽ 1795, അതായത് നമ്മുടെ ഫ്രഞ്ചുകാർ 1663 അവസാനിച്ചു. അതുമുതൽ 1795 വരെ കേരളത്തിലുണ്ടായിരുന്നവരാണ് ഡച്ചുകാർ. ഡച്ചുകാർ കൊച്ചിയെ പിടിച്ചടക്കിയത് 1663 പോർച്ചുഗീസ് ശക്തി ക്ഷയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡച്ചുകാർ കേരളത്തിലെത്തി. കൊച്ചി രാജകുടുംബത്തിലെ ആഭ്യന്തര കലഹവും കൊച്ചി പോർച്ചുഗീസ് പട്ടാളത്തിനെതിരെ രാജാവ് ഡച്ച് സഹായം തേടുകയും ചെയ്തപ്പോൾ അങ്ങനെ ആ സന്ദർഭം മുതലെടുത്തു. 1661 അഡ്മിറൽ റിച്ച്ക്ലോഫ് വാൻ ഗോയൽസിനെ നേതൃത്വത്തിലുള്ള ഡച്ചുകാർ പള്ളിപ്പുറം കോട്ടയും തുടർന്ന് 1662 കൊടുങ്ങല്ലൂരും പിടിച്ചെടുത്തു. 1663 ജനുവരി 8 അവർ കൊച്ചി പിടിച്ചെടുത്ത് പോർച്ചുഗീസ് ഭരണം അവസാനിപ്പിച്ചു. 1663 ജനുവരി 8 പോർച്ചുഗീസുകാരിൽ നിന്നും ഭരണം ഏറ്റെടുത്തത്. ഇനി പപ്പറ്റ് ഭരണം അല്ലെങ്കിൽ ഒരു പാവഭരണം. ഡച്ചുകാർ ഒരു അനുസരണയുള്ള കൊച്ചി രാജാവിനെ സ്ഥാപിച്ചെടുത്തു. നേരിട്ടുള്ള ഭരണമല്ലാതെ അവരുടെ ആധിപത്യം ഉറപ്പാക്കുന്ന ഒരു തന്ത്രം പ്രാദേശിക നിയന്ത്രണത്തിന് മുകളിലുള്ള വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ ഡച്ച് വ്യാപാരത്തിൽ സ്വാധീനം ചെലുത്താൻ അവർക്ക് സാധിച്ചു. കുരുമുളകിൻ്റെ കുത്തക. ഡച്ചുകാർ കുരുമുളക് വ്യാപാരം കുത്തകയാക്കി. പ്രാദേശിക വ്യാപാരികളുമായും കരാറുകൾ ചർച്ച ചെയ്തു. അവർ കൊച്ചിയിലും അതുപോലെ കൊയിലോണിലും വെയർഹൗസുകൾ സ്ഥാപിച്ചു. യൂറോപ്പിലേക്ക് വലിയ അളവിൽ കയറ്റുമതി ചെയ്യുകയും ചെയ്തു. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള കൃഷികൾ, അതായത് ഡച്ച് കൃഷിശാസ്ത്രജ്ഞർ തെങ്ങ്, കറുവപ്പട്ട, കുരുമുളക് എന്നിവയ്ക്കായി വ്യാവസ്ഥാപിക കൃഷിരീതികൾ അവതരിപ്പിച്ചു. ഉൽപാദനവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തി അവർ കയർ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയും ഒരു പ്രധാന കേരള വ്യവസായത്തിന് അടിത്തറ നൽകുകയും ചെയ്തു. അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ്. 1678 1698 ഇടയിൽ ഡച്ച് ഗവർണർ ഹെൻഡ്രിക് വാൻ റീഡിന് കീഴിൽ സമാഹരിച്ച 12 വോള്യങ്ങളുള്ള സസ്യശാസ്ത്ര വിജ്ഞാന കോശമാണ് മലബാർ മേഖലയിലെ 700-ലധികം സസ്യങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രാദേശിക കലാകാരന്മാർ ചിത്രീകരിച്ച് ലാറ്റിൻ, മലയാളം, അറബിക് ഭാഷകൾ എഴുതിയ ഇത് ആഗോള സസ്യശാസ്ത്രത്തിന് ഒരു മഹത്തായ സംഭാവനയായിട്ട് ഇന്നും തുടരുന്നു. 1741 കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയുടെ ഉദയം. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുമായി ഏറ്റുമുട്ടി തെക്കൻ കേരളത്തെ ഏകീകരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ 1741 ഓഗസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ സൈന്യം കുളച്ചലിലെ ഡച്ചുകാരെ നേരിട്ടു. പരമ്പരാഗത ആയുധങ്ങളും ഗറില്ല തന്ത്രങ്ങളും ഉപയോഗിച്ച് സായുധരായ തിരുവിതാംകൂറിൻ്റെ സൈന്യം ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അവരുടെ കമാൻഡറായ ഡി ലയോണിയെ പിടികൂടി. ഇത് ഒരു യൂറോപ്യൻ ശക്തിക്കെതിരായ ആദ്യത്തെ പ്രധാന ഏഷ്യൻ വിജയമായി. ഡി ലനോയി തിരുവിതാംകൂറിൻ്റെ സേവനത്തിൽ ചേർന്നു. യൂറോപ്യൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സൈന്യത്തെ ആധുനികവൽക്കരിച്ചു. ഈ പരാജയം കേരളത്തിലെ ഡച്ച് സ്വാധീനത്തെ തളർത്തി. ഇനി അടുത്തത് മാവേലിക്കര ഉടമ്പടി. 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഈ ഉടമ്പടി ഡച്ചുകാരെ കേരളത്തിലെ പ്രാദേശിക അഭിലാഷങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കി. തിരുവിതാംകൂറിൻ്റെ മേൽനോട്ടത്തിൽ വ്യാപാരം നടത്താൻ അവരെ പരിമിതപ്പെടുത്തി. ഇത് തിരുവിതാംകൂറിൻ്റെ ആധിപത്യം ഔപചാരികമായും ഡച്ച് ശക്തിയുടെ പതനത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇനി അടുത്തത് ഡച്ച് ശക്തിയുടെ പതനം. ഇനി ഡച്ച് ശക്തിയുടെ പതനമായി. ഇനി അടുത്തത് അതിനെ തുടർന്ന് എന്തൊക്കെ ഉണ്ടായെന്നുള്ളത്. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യമാണ് ഉണ്ടായത്. നെപ്പോളിയൻ യുദ്ധങ്ങളിൽ, അതായത് 1795 ഫ്രാൻസിലെ ഡച്ച് സഖ്യകക്ഷികൾക്കെതിരായ ആഗോള പ്രചരണത്തിൻ്റെ ഭാഗമായി കൊച്ചി ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഡച്ച് സ്വത്തുക്കൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഡച്ചുകാർ പോർച്ചുഗീസുകാരെക്കാൾ ഭാരം കുറഞ്ഞ കാൽപ്പാടുകളാണ് ഇവിടെ അവശേഷിപ്പിച്ചത്. കാരണം ഡച്ചുകാർക്ക് പോർച്ചുഗീസുകാരുടെ അത്രയും നാളിവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. വിജയത്തെക്കാൾ വ്യാപാരത്തിലും ശാസ്ത്രത്തിലുമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഈ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും വ്യാപാരം ശക്തിപ്പെടുത്തി കേരളത്തെ ഡച്ച് വ്യാപാര ശൃംഖലകളുമായി സംയോജിപ്പിച്ചു.
നൂതന കൃഷി രീതികളും കയറുൽപാദനങ്ങളൊക്കെ ഡച്ചുകാരാണ് കൊണ്ടുവന്നത്. ശാസ്ത്രത്തിലെ ഹോർത്തസ് മലബാരിക്കസ് ഒരു ശാശ്വത ഭൗതിക പാരമ്പര്യമായിട്ട് തുടരുന്നു. വാസ്തുവിദ്യയിൽ അതായത് അവർ നിർമ്മിച്ച വെയർ ഹൗസുകൾ, ഉറപ്പുള്ള വ്യാപാര പോസ്റ്റുകൾ തുടങ്ങിയവ ഇന്നും കൊച്ചിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഫ്രഞ്ചുകാരെ കൂടി നോക്കാം. ഫ്രഞ്ച് സാന്നിധ്യവും വ്യാപാരവും. മാഹി കുടിയേറ്റം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1725 മാഹിയിൽ ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചു. ബ്രിട്ടീഷ് പ്രാദേശിക പ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട മലബാർ തീരത്തെ ഒരു ചെറിയ എൻക്ലേവ് ആയിരുന്നു ഇത്. കുരുമുളകിൻ്റെയും തുണിത്തരങ്ങളുടെയും വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രമായി ഇത് പ്രവർത്തിച്ചു. സഖ്യങ്ങൾ. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷ് വികാസത്തെ ചെറുക്കാൻ ഫ്രഞ്ചുകാർക്ക് മൈസൂർ ഭരണാധികാരികളായിട്ടുള്ള ഹൈദരലി, ടിപ്പു സുൽത്താൻ എന്നിവരുമായിട്ട് സഖ്യമുണ്ടാക്കി. സൈനിക സഹായങ്ങൾ നൽകി. ഈ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സഖ്യങ്ങൾ. ആദ്യ പിടിച്ചെടുക്കൽ. 7 വർഷത്തെ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ മാഹി പിടിച്ചെടുത്തു. ഫ്രഞ്ച് വ്യാപാരം തടസ്സപ്പെടുത്തി. 1765 പാരീസ് ഉടമ്പടി പ്രകാരം ഇത് തിരികെ നൽകി. ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാർ മാഹി പിടിച്ചെടുത്ത് വിപ്ലവകരമായ ഫ്രാൻസിനെതിരായ വിശാലമായ പ്രചരണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഫ്രഞ്ച് സാന്നിധ്യം അവസാനിപ്പിച്ചു. ഫ്രഞ്ചിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാഹിയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വ്യാപാരം. അതുകൊണ്ട് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ ചെറിയ സാന്നിധ്യം മാത്രമേ ചെലുത്താൻ കഴിഞ്ഞുള്ളൂ. സൈനികമാണെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ മൈസൂരിനെ പിന്തുണച്ച് പരോക്ഷമായ പ്രാദേശിക സംഘർഷങ്ങളിൽ കേരളത്തിൻ്റെ പങ്ക് രൂപപ്പെടുത്തി. പാരമ്പര്യമാണെങ്കിൽ മറ്റ് ശക്തികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ സാന്നിധ്യം കുറവായിരുന്നു. ഇനി കേരളത്തിലെ ബ്രിട്ടീഷുകാർ. 1795 മുതൽ 1947 വരെ കേരളത്തിൽ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഡച്ച് പ്രദേശങ്ങളുടെ ഏറ്റെടുക്കലായിരുന്നു ആദ്യം ബ്രിട്ടീഷുകാർ ചെയ്തത്. 1795 ബ്രിട്ടീഷുകാർ നെപ്പോളിയൻ യുദ്ധങ്ങളിൽ കേരളത്തിലെ ഡച്ച് സ്വത്തുക്കൾ പിടിച്ചെടുത്തു. കൊച്ചിയുടെയും അതിൻ്റെ വ്യാപാര ശൃംഖലയുടെയും മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി. സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സബ്സിഡിയറി അലയൻസ് പോലുള്ള ഉടമ്പടികളിലൂടെ 1805 തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷ് സംരക്ഷണ കേന്ദ്രങ്ങളായി മാറി. ബ്രിട്ടീഷ് മേൽനോട്ടത്തിൽ നാമമാത്രമായ സ്വയംഭരണം നിലനിർത്തി. അടുത്തത് യുദ്ധങ്ങളും ചെറുത്തുനിൽപ്പും. പഴശ്ശി കലാപം 1793 മുതൽ 1805 വരെ. നേതാവ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജാവ്. കർഷകർക്ക് കനത്ത നികുതി ചുമത്തിയ ബ്രിട്ടീഷ് റവന്യൂ നയങ്ങളെ ചെറുത്തു. ഗൊറില്ല യുദ്ധം. ഇടതൂർന്ന വനങ്ങളിലും പ്രാദേശിക പിന്തുണയും ഉപയോഗിച്ചിട്ട് ബ്രിട്ടീഷ് സൈന്യത്തെ പതിയിരുന്ന് ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം 12 വർഷത്തെ പ്രചാരണം നടത്തി. പരാജയപ്പെട്ടത് വിവരദാതാക്കളാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട പഴശ്ശിരാജാവ് 1805 കൊല്ലപ്പെട്ടു. മലബാറിൻ്റെ പ്രതിരോധം അവസാനിപ്പിച്ചു. വേലുത്തമ്പി ദളവയുടെ കലാപം 1809. തിരുവിതാംകൂറിലെ ദളവയായിട്ടുള്ള വേലുത്തമ്പി ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഇടപെടലിനെയും അമിതമായ കപ്പ ആവശ്യങ്ങളെയും എതിർത്തു. 1809 അദ്ദേഹം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ അണിനിരത്തി അദ്ദേഹത്തിൻ്റെ സൈന്യം ബ്രിട്ടീഷ് പട്ടാളങ്ങളെ ആക്രമിച്ചു. പക്ഷേ അവർ തളർന്നു. പരാജയത്തെ അഭിമുഖീകരിച്ച വേലുത്തമ്പി ആത്മഹത്യ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ധിക്കാരത്തെ പ്രതീകപ്പെടുത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണവും സ്വാധീനവും. അടിസ്ഥാന സൗകര്യങ്ങൾ. കേരളത്തിലെ കൊളോണിയൽ ശൃംഖലകളുമായി സംയോജിക്കുന്ന റെയിൽവേകൾ. ഉദാഹരണത്തിന് കൊച്ചി ഷൊർണൂർ ലൈൻ 1902. ടെലിഗ്രാഫുകൾ, റോഡുകൾ എന്നിവ അവതരിപ്പിച്ചു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. ഉദാഹരണമായിട്ട് CMS കോളേജ് കോട്ടയം 1817 ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസമുള്ള ഒരു വാര്യണ്യവർഗത്തെ വളർത്തി. ഭൂപരിഷ്കരണം. മലബാറിൽ റൈത്വാരി സമ്പ്രദായം നടപ്പിലാക്കി. വ്യക്തിഗത കർഷകരിൽ നിന്ന് നികുതി ചുമത്തി തോട്ടകൃഷി, അതായത് തേയില, കാപ്പി, റബ്ബർ പ്രോത്സാഹിപ്പിച്ചു. നീതിന്യായ വ്യവസ്ഥ. പരമ്പരാഗത സംവിധാനങ്ങൾക്ക് പകരമായി ആധുനിക കോടതികൾ സ്ഥാപിച്ചു. മിഷനറി പ്രവർത്തനം. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ക്രിസ്ത്യൻ മിഷണറിമാർ സ്കൂളുകൾ, ആശുപത്രികൾ, പള്ളികൾ എന്നിവ നിർമ്മിച്ചു. ഇനി സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ വികസിപ്പിച്ചെടുത്ത തോട്ടങ്ങളും ആധുനിക ബാങ്കും ഒക്കെ സമ്പദ് വ്യവസ്ഥയെ
അവരുടെ മികച്ച സംഭാവനയായിരുന്നു. ഇനി ഭരണമാണെങ്കിൽ 1947 ശേഷം കേന്ദ്രീകൃത സംവിധാനത്തിന് കീഴിൽ ഒരു ഏകീകൃത കേരളമുണ്ടായി. സംസ്കാരമാണെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും ക്രിസ്ത്യൻ സ്വാധീനത്തിനും വ്യാപനം ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യത്തിൽ നടക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹോട്ട് ടോപ്പിക്ക്. ഡ്രൈ ആണെന്ന് എനിക്കറിയാം, ഒന്നുകൂടി വായിച്ചു നോക്കാം. അപ്പോൾ താങ്ക് യു.